ഹായ്. എന്നോട് പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, എൻ്റെ പഴയ ഫ്രണ്ട്സ് എവിടെ പോയിന്ന്. കാരണം ഇപ്പം ആ പഴയ ഫ്രണ്ട്സ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, പലരും ഇല്ല. വഴക്കുണ്ടാക്കി പോയതൊന്നല്ല, പലരും ഇല്ല. ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരു 25 മുതൽ ഒരു 35 വരെ ആ ഒരു കാലഘട്ടത്തിലുള്ള നല്ല നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതായത് എല്ലാത്തിനും കൂടെ നിൽക്കുന്ന, എന്തും പറയാം, എന്തും അറിയാലോ എല്ലാവർക്കും. ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു ഏജിൽ വരുന്ന ഫ്രണ്ട്സുകൾ, ഇതൊക്കെ പകുതിയിൽ നിന്ന് നമ്മൾ അറിയാണ്ട് പല കാരണത്തിലും മുറിഞ്ഞു പോയ ബന്ധങ്ങളുണ്ട്. എൻ്റേത് മാത്രമല്ല ഞാൻ പറയുന്നത്, കോമൺ ആയിട്ട് പറയാം. എല്ലാവർക്കും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ. ചിലർ കല്യാണം കഴിഞ്ഞിട്ട് ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്, ഫാമിലി പ്രോബ്ലം അങ്ങനെയൊക്കെ ആയിട്ട് വിട്ടു നിൽക്കുന്നവരും ഉണ്ട്. അപ്പം നമുക്ക് ഒരു ഏജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഉള്ളിൽ തന്നെ ഓരോന്ന് കാണിച്ചു തരും. ഒറ്റക്ക് പോകുന്നതാണ് ശരി, കൂടെ എല്ലാവരും ഉണ്ടായിട്ട് കാര്യമില്ല. ഒറ്റക്ക് പോകുന്നതാണ് ശരിയെന്ന് വരുമ്പോൾ നമ്മൾ ഒഴിഞ്ഞ് മാറി നിൽക്കേണ്ട സമയം വരുമ്പോൾ നമ്മളത് ഒഴിഞ്ഞു മാറി നിന്നേ പറ്റൂ. എപ്പോഴും എല്ലാവരും ഉണ്ടാവില്ല. ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട ഒരു ടൈം വരുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട് ജീവിക്കണ്ടേ. ഇവരൊക്കെ കണ്ടിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസം വരില്ലേ? ഇല്ലേ? അതാണ്. എല്ലാവർക്കും ഉണ്ടാവും ഇങ്ങനത്തെ ഞാൻ പറഞ്ഞ ഓരോരോ പോയിന്റുകൾ. ഇങ്ങനെയാണ് ലൈഫ്. നമ്മൾ ഏറ്റവും ഭാഗ്യം ചെന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപ്പം മുതലേ ഈ ഏജ് വരെ, വയസ്സായാലും ഈ ഏജ് വരെ ഫ്രണ്ട്ഷിപ്പ് കൂടെ ഉള്ളവർ തന്നെ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നവരാണ് ഏറ്റവും വലിയ ഭാഗ്യവന്മാർ കേട്ടോ. കാരണം ആ ഒരേ ഫ്ലോയിൽ വരുന്ന ഫ്രണ്ട്സ് ഇപ്പോഴും ഉണ്ടെങ്കിൽ അവരാണ് ഏറ്റവും ഭാഗ്യം ചെയ്തത്. അങ്ങനെ പലരും ഉണ്ടാവാതിരിക്കാം. ഞാൻ പറയണത് അതൊരു ഭയങ്കര ഒരു ഹാപ്പി തരുന്നൊരു സംഭവമാണ്. എന്തായാലും എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ.